ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഞാൻ ഓക്കെ അല്ല, ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് എനിക്കൊരു കമന്റ് വന്നിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു കമന്റ് വായിച്ചപ്പോൾ കിട്ടിയ സന്തോഷം അത് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെ ഒരാൾ ചോദിക്കാൻ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാനും എനിക്ക് പറ്റണ പോലെ ഒത്തിരി ആളുകളോട് ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ എനിക്ക് അങ്ങനെ ആരോടും പറയാനൊന്നും പറ്റിയിരുന്നില്ല. എനിക്കറിയാത്തൊരാൾ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ കിട്ടിയൊരു ഒരു ഫീലുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആ വ്യക്തി എൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും കാണുന്ന ആളാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒട്ടനവധി വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, എങ്കിലും കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുള്ള ആളാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ആളുടെ പേര് രമ്യ എന്നാണ്, രമ്യ കുഞ്ഞു. ഒരുപക്ഷെ ആ ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി സ്നേഹം ഞാൻ പറഞ്ഞറിയിക്കാം കേട്ടോ, ഒത്തിരി സ്നേഹമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാല്ലേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ കാട്ടിലെല്ലാം ഫാത്തിമയെ തിരഞ്ഞു നടക്കുന്ന ബോയ്ഡിനെയും എലീസിനെയുമാണ്. നേരമാണെങ്കിൽ ഇരുട്ടാറായിട്ടുണ്ട്. ഇനിയും ഫാത്തിമയെ തിരഞ്ഞ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പണി എരന്നു വാങ്ങുന്നത് പോലെയാകും എന്ന് ബോയ്ഡിന് തോന്നുന്നു. അവളുടെ കയ്യിൽ താലിസ്മാൻ ഉള്ളതുകൊണ്ട് ഫാത്തിമ സേഫ് ആയിരിക്കും, സോ നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കിയാൽ പോരെ എന്ന് ബോയ്ഡ് ചോദിക്കുന്നു. പക്ഷേ എലീസ് അതൊന്നും ചെവി കൊള്ളാൻ തയ്യാറാകുന്നില്ല. അവന് ഫാത്തിമയെ കണ്ടെത്തിയേ പറ്റൂ. അതിനെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് ബോയ്ഡിന്റെ അസുഖം പുറത്തു ചാടാൻ തുടങ്ങി. പുള്ളിയുടെ കൈയെല്ലാം പഴയ പോലെ വിറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കാലിനും പ്രശ്നമായി തുടങ്ങി. ബോയ്ഡിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് എലീസിന് മനസ്സിലാകുന്നില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിൽ തിരിച്ചു പോകുന്നതാ ഉത്തമം എന്ന് കരുതി ബോയ്ഡിനെയും താങ്ങിയെടുത്ത് എലീസ് തിരികെ പോകുന്നു. ഈ ഒരു സമയത്ത് ഫാത്തിമ ഇപ്പോഴുള്ള മുറിയിലിരിക്കുമ്പോൾ അവിടെയുള്ള ബ്ലഡ് ബോട്ടിലേക്ക് അവളോട് ശ്രദ്ധ പോകുന്നുണ്ടെങ്കിലും അവൾ സ്വയം നിയന്ത്രിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ട് എൽജിൻ അവിടേക്ക് വരുന്നു. ഫാത്തിമ ആകെ പേടിച്ച് വിഷമിച്ച് ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവൻ പറയുന്നത്, നിന്നെ ഇവിടെ ആരും തടവിലാക്കി വെച്ചിട്ടൊന്നുമില്ല, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ്. ഒരാളെ ബലാത്കാരമായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എന്തൊക്കെയോ നന്മ ചെയ്യുന്നത് പോലെ സംസാരിച്ചാൽ ആർക്കായാലും നല്ല ദേഷ്യം വരും. ഫാത്തിമയ്ക്കും സെയിം അവസ്ഥ തന്നെയായിരുന്നു. അവൾ അവനോട് കിമോണ ലേഡിയെ കണ്ട കാര്യം പറയുകയാണ്. അവർ പറയുന്നതെന്നും സത്യമല്ല, ടില്ലിക്ക് സംഭവിച്ചതിനെ കുറിച്ച് നിനക്കറിയില്ല എൽജിൻ എന്നൊക്കെ ഫാത്തിമ പറഞ്ഞു തുടങ്ങുമ്പോൾ അവൻ അവളെ തിരുത്തുന്നു. അവൻ പറയുന്നത് ടില്ലിക്ക് അങ്ങനെ സംഭവിച്ചതിന് കാരണം കുഞ്ഞിന്റെ പേടിയാണ്. നിന്റെ ഉള്ളിലെ കുഞ്ഞ് ആകെ വിശന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. നീ ഇങ്ങനെ അതിനോട് ഫൈറ്റ് ചെയ്യാതെ ആ കുഞ്ഞിന്റെ വിശപ്പടക്കാൻ ശ്രമിക്കണം എന്നൊക്കെ എൽജിൻ വലിയ വായിൽ പറയുമ്പോൾ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നി അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളെ തടയാനായിട്ട് എൽജിനും അതുപോലെ വയറ്റിനകത്തുള്ള കുഞ്ഞും ശ്രമിക്കുമ്പോൾ ഫാത്തിമയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. മിണ്ടാതെ അവർ പറഞ്ഞതനുസരിക്കാനേ നിവൃത്തിയുള്ളൂ. എൽജിൻ വിശ്വസിക്കുന്നത് ഇവർക്കെല്ലാം ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഈ കുഞ്ഞാണെന്നാണ്. ആ കിമോണ ലേഡി ഇതിനോടകം ഇവനെ ഇതെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഫാത്തിമയുടെ വയറ്റിൽ ഈ കുഞ്ഞുണ്ട് എന്നറിഞ്ഞ ദിവസം എൽജിൻ അവന്റെ സ്വപ്നം ഓർത്തെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് അതിനെ തുടർന്ന് റാൻഡലിനെയും ജൂലിയെയും മെറിയലിനെയും എല്ലാം ബോയ്ഡ് രക്ഷിച്ചു. സോ ഓൾറെഡി ഈ കുഞ്ഞ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കുമെന്ന് എൽജിൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതും പറഞ്ഞ് അവൻ അവളെ നിർബന്ധിച്ച് രക്തം കുടിപ്പിക്കുകയാണ്. ആദ്യം അവൾക്കതിന് മനസ്സ് വരുന്നില്ലെങ്കിലും അവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഫാത്തിമ അത് വാങ്ങി ആർത്തിയോടെ കുടിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ബ്ലഡ് ബോട്ടിലാണ് കഴിഞ്ഞ ദിവസം എൽജിന്റെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. അവന് കിട്ടുന്ന ഓരോ ഫോട്ടോയും ഓരോ നിർദ്ദേശങ്ങളാണ്. ഇനി ശരിക്കും ഈ കുഞ്ഞു കാരണം നന്മയാണോ തിന്മയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വഴിയറിയാം. സോ ഫ്രം സീസൺ 3 സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡായ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരു സ്വാഗതം പറയുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ബാക്കി കഥ നമുക്ക് വേഗം കേൾക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ ഓർമ്മകൾ വീണ്ടെടുത്ത് വിഷമിച്ചു പോകാൻ തുടങ്ങുന്ന വിക്ടറിനെ ടാബിത തടയുകയാണ്. വിക്ടർ ആകെ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. താൻ കാരണമാണ് അമ്മ മരിച്ചത് എന്ന കുറ്റബോധം അവന് വേട്ടയാടുമ്പോൾ അവനെ തടയാനായിട്ട് ടാബി വിക്ടറിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. പക്ഷേ അപ്പോൾ ഒരു നിമിഷത്തേക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് ടാബി മറ്റേതോ ലോകത്തെന്ന പോലെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതൊന്നും അറിയാതെ വിക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടു നിന്നിരുന്ന സേറ ടാബിയോട് ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുന്നു. ടാബിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്തു എന്ന കാര്യം സേറയും തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അതെന്താണെന്ന് പറയാൻ അറിയാതെ ടാബി വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ജൂലി ഇപ്പോൾ ക്ലിനിക്കിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കെന്നി അങ്ങോട്ടേക്ക് വരുന്നത്. അത് കേട്ട് പേടിക്കുന്ന ടാബി ഉടനെ തന്നെ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ക്ലിനിക്കിൽ ഇപ്പോൾ ക്രിസ്റ്റി ജൂലിയെ പരിശോധിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവൾ ഓക്കെയാണ്. ഇതറിയുമ്പോൾ ഈതനും സമാധാനിക്കുന്നു. അപ്പോൾ ജൂലിക്ക് കുടിക്കാനായിട്ട് മെറിയൽ വെള്ളവുമായിട്ട് വരുന്നുണ്ട്. ശരിക്കും ജൂലിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് അവരെല്ലാം വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ അവൾ അവിടെ കാട്ടിലേക്ക് ചെന്ന് ബ്ലാക്ക് ഔട്ട് ആയി എന്ന് മാത്രമാണ് പറയുന്നത്. സോ മറ്റൊന്നും ഓർമ്മയില്ലേ എന്ന് മെറിയൽ ചോദിക്കുമ്പോൾ അവൾ ഒരു വീടായ സ്വപ്നം കണ്ടു എന്ന് മാത്രം പറയുന്നു. അത് കേട്ട് ജിമ്മും വിഷമിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രി ജൂലി ഇവിടെ ക്ലിനിക്കിൽ സ്റ്റേ ചെയ്താൽ മതി എന്ന് ക്രിസ്റ്റി പറയുമ്പോൾ ജിമ്മും അത് ശരിവയ്ക്കുന്നു. ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് ജിം അവളോട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം റാൻഡലിന്റെ കൂടെ കാട്ടിലേക്ക് പോയ കാര്യം ജൂലി പറയുന്നു. അതിനെക്കുറിച്ച് ജിമ്മ് കൂടുതൽ ചോദിക്കുമ്പോഴേക്കും ടാബി പേടിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയിരുന്നു. സോ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ജിം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്നു. ഇതിനാണെങ്കിൽ ഇതെല്ലാം നോക്കി ചെറിയൊരു കുറ്റബോധത്തിൽ അവിടെ തന്നെ നിൽപ്പുണ്ട്. ശേഷം നമ്മൾ കാണുന്നത് റാൻഡലിനെയാണ്. അവൻ തന്റെ മുറിവിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം ചീവീടുകളുടെ ശബ്ദം അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അപ്പോൾ ജിം അവന്റെ കഥകിൽ തട്ടുമ്പോൾ റാൻഡലും നോർമൽ ആവുകയാണ്. ജിമ്മ് വന്നത് ശരിക്കും ജൂലിയും റാൻഡലും കൂടി കാട്ടിലേക്ക് പോയത് എന്തിനാണ് എന്നറിയാൻ വേണ്ടിയായിരുന്നു. എന്നാൽ റാൻഡലിന്റെ സ്വഭാവം വെച്ച് അവൻ പുള്ളിയെ അപമാനിച്ച് വിടാൻ ശ്രമിക്കുമ്പോൾ ജിമ്മ് സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്നു. ജൂലിയും റാൻഡലും മെറിയലും ഓൾമോസ്റ്റ് സെയിം അവസ്ഥയിലൂടെയാണല്ലോ കടന്നുപോയത്. അതിനുശേഷം ജൂലി ജിമ്മിനോട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അവൾ കടന്നുപോകുന്ന സാഹചര്യം മനസ്സിലാക്കാൻ റാൻഡലിന് കഴിയുമെന്ന് ജിമ്മ് വിശ്വസിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവനും ജിമ്മിനോട് മനസ്സ് തുറക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അവൻ പറയുന്നുണ്ട്. എന്നാൽ ഇവർ കടന്നുപോകുന്ന
മാനസികാവസ്ഥയെക്കുറിച്ച് വിവരിക്കാൻ റാൻഡലും തയ്യാറാവുന്നില്ല. പിന്നെ ജൂലിയോട് അങ്ങോട്ടേക്ക് തിരിച്ചു പോകരുത് എന്ന് വാൺ ചെയ്ത കാര്യം റാൻഡൽ പറയുമ്പോൾ അതിന്റെ കാരണം ജിം തിരക്കുന്നുണ്ട്. കാരണം അവനത് റോങ് ആയിട്ട് തോന്നിയിരുന്നു. ആ സ്ഥലത്തേക്ക് പോയാൽ പണി കിട്ടുമെന്നത് അവന്റെ ഇൻഡ്യൂഷൻ ആയിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവൻ ആ സംസാരം അവിടെ നിർത്തുകയാണ്. സോ ജിം അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ റാൻഡൽ അവനൊരു അഡ്വൈസ് കൊടുക്കുന്നു. ഇവിടെ നേരം ജീവനോടൊന്നും തിരികെ പോകില്ല. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പറ്റുമെങ്കിൽ നിങ്ങളുടെ മകളെ ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതെങ്കിലും നടക്കുമല്ലോ. പക്ഷേ റാൻഡലിന്റെ അഡ്വൈസ് ആക്സെപ്റ്റ് ചെയ്യാതെയാണ് ജിം അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം ബോയ്ഡിനെയും കൂട്ടി ഷെരീഫ് സ്റ്റേഷനിൽ തിരികെ എത്തിയിരിക്കുകയാണ് എലീസ്. ബോയ്ഡിന്റെ കണ്ടീഷൻ അത്ര ശരിയല്ലാത്തത് കൊണ്ട് എലീസ് അവനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ബോയ്ഡ് അതൊന്നും കാര്യമാക്കാതെ തന്റെ ജോലി ചെയ്യാനുള്ള പ്ലാനിലുമാണ്. പുള്ളിക്ക് നേരെ നടക്കാൻ പോലും വയ്യാതിരിക്കുമ്പോഴും വാശിക്ക് ഒരു കുറവുമില്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരമാകുമ്പോഴാണ് ബോയ്ഡിന്റെ ഈ അസുഖത്തെക്കുറിച്ച് അവന് നേരത്തെ തന്നെ അറിയാമെന്ന കാര്യം ബോയ്ഡിന്റെ വായിൽ നിന്ന് തന്നെ വീഴുന്നത്. അത് കേട്ട് എലീസ് ഷോക്ക് ആകുമ്പോൾ മറ്റൊരു സൈഡിൽ ഫാത്തിമയെ കുറിച്ച് ഓർത്ത് അവൻ ടെൻഷൻ അടിക്കുന്നുണ്ട്. അത് മനസ്സിലാകുന്ന ബോയ്ഡ് ഫാത്തിമ സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് എലീസിനോട് സംസാരിക്കാനായി തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് തകർന്നടിഞ്ഞ മനസ്സുമായിട്ട് കോളനി ഹൗസിൽ നടക്കുകയായിരുന്നു ഡോണ. ഫാത്തിമയാണ് ടില്ലിയെ കൊന്നത് എന്ന സത്യം എല്ലാവരോടും പറയണമെന്ന് ഡോണ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവളുടെ തെറ്റല്ലെങ്കിലും എല്ലാവരും ഇതറിയുന്നതാണ് ശരി എന്ന് ഡോണ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഡോണ ചിന്തിക്കുന്നതെല്ലാം ഫാത്തിമയെ കുറിച്ചാണ്. ഫാത്തിമയുടെ ഇവിടുത്തെ ആദ്യത്തെ ആനിവേഴ്സറി വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചതും അന്ന് പറഞ്ഞ ഓരോ വാക്കുകളും ഡോണ ഓർക്കുകയാണ്. അങ്ങനെ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഡോണ. എന്നാൽ ഇതേ സമയം ജിം ആണെങ്കിൽ ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു. അക്കാര്യം ജിം ടാബിയോട് തുറന്നു പറയുകയാണ്. ഇത്രയും നാൾ ജിം ചിന്തിച്ചിരുന്നതല്ല ശരി എന്ന് അവൻ സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ടാബിയുടെ കൂടെ എല്ലാത്തിനും ഒരു സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടാകുമെന്ന് ജിം അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അത് കേട്ട് ആശ്വസിക്കുന്ന ടാബി ജൂലി എന്തോ നമ്മളിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്ന സംശയം ജിമ്മിനോട് ഷെയർ ചെയ്യുമ്പോൾ അവനും അത് ശരിവയ്ക്കുന്നു. ശേഷം നമ്മളെ കാണിക്കുന്നത് ബോയ്ഡിന്റെ കൺഫെഷനാണ്. അവൻ തന്റെ അസുഖത്തെക്കുറിച്ച് എലീസിനോട് മനസ്സ് തുറക്കുന്നു. ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയുമോ എന്നായിരുന്നു എലീസിന്റെ ആദ്യത്തെ ചോദ്യം. ക്രിസ്റ്റിക്കും എനിക്കൊക്കെ അറിയാം എന്ന് കേൾക്കുമ്പോൾ എലീസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും നാളായിട്ട് സ്വന്തം മകനോട് പറയാൻ ബോയ്ഡിന് തോന്നിയില്ലല്ലോ. എന്തായാലും ഇപ്പോൾ ബോയ്ഡ് പറയുകയാണ്. എന്നാൽ ഇത്രയും നാൾ ഉണ്ടായതുപോലെയല്ല, ഇപ്പോൾ കാലിനൊക്കെ പണിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അസുഖം മൂർജിക്കുകയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ ബോയ്ഡിന് ഇതിലും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ടിയാൻചാൻ മരിച്ച രാത്രിയിലെ സംഭവം വിവരിക്കുകയാണ്. അന്ന് ആ മോൺസ്റ്റേഴ്സ് എന്നെ ഒന്നും ചെയ്തില്ല. ഞാനത് കണ്ടു നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. പോരാത്തതിന് എന്നെ തകർക്കുമെന്നും അവർ പറഞ്ഞു. അത് കേട്ട് എലീസ് ഞെട്ടുകയാണ്. എന്നാൽ ബോയ്ഡ് പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഫാത്തിമയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും ആ മോൺസ്റ്റേഴ്സിന്റെ പ്ലാൻ ആയിരിക്കാം. ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്നത് കണ്ട് അവർ സന്തോഷിക്കുകയാണ്. അതായത് ഇതെല്ലാം ബോയ്ഡിന് തെറ്റാണ് എന്നവൻ സ്വയം പഴിക്കുന്നു. അങ്ങനെയല്ല എന്ന് എലീസ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോയ്ഡ് നല്ല ദേഷ്യത്തിലാവുകയാണ്. അപ്പോൾ അവരുടെ വിൻഡോയിൽ മുട്ടിക്കൊണ്ട് ഒരു മോൺസ്റ്റർ ഇങ്ങനെ പറയുന്നു, നീ ഓക്കെ അല്ലേ ബോയ്ഡ്? അതും കൂടി ആവുമ്പോൾ ബോയ്ഡ് വല്ലാത്തൊരു ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചെന്ന് വിൻഡോയിലെ കർട്ടൻ മാറ്റി ആ മോൺസ്റ്ററിനെ ചീത്ത വിളിക്കുകയാണ്. ഒപ്പം കണ്ണുകൂടി ചൂണ്ടുമ്പോൾ പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് സ്വയം കണ്ണ് ചൂണ്ടുന്നത് പോലെ കാണിച്ച് കളിയാക്കി വിടുന്നു. ബോയ്ഡിനെ പ്രകോപിപ്പിക്കാനാണ് അവരത് ചെയ്തത്. അതുപോലെ തന്നെ ബോയ്ഡിന്റെ ടെമ്പറും തെറ്റുന്നുണ്ട്. പക്ഷേ എലീസ് ഉള്ളത് കൊണ്ട് അവൻ പുള്ളിയെ സമാധാനിപ്പിച്ച് മാറ്റി നിർത്തുന്നു. ഇതേ സമയം സേറ അവളുടെ പൊട്ടിപ്പോയ ഫേവറേറ്റ് സ്നോമാനെ ഒട്ടിച്ച് സുന്ദരനാക്കി ടേബിളിൽ വെക്കുകയാണ്. പെട്ടെന്ന് പണ്ടത്തെ പോലെ അവൾക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുകയാണ്. അത് അവളുടെ തലയിൽ വന്നിരുന്ന് എന്തൊക്കെയോ പറയുമ്പോൾ അതൊന്ന് നിർത്താൻ പറഞ്ഞ് സേറ അലറി കരയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് രാവിലെയാകുമ്പോൾ എൽജിൻ ആരും കാണാതെ ഫാത്തിമയുടെ അടുത്തേക്ക് പോകുന്നതാണ്. ഇതേ സമയം ഫാത്തിമ അവിടെയുള്ള കട്ടിലിൽ നിന്ന് ഒരു ചെറിയ സ്റ്റീൽ റോൾ ഇളക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ വയറും അത്യാവശ്യം വലുതായിട്ടുള്ളതുകൊണ്ട് വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും എൽജിൻ അവിടെ എത്തുന്നതിനോടകം അവൾ അത് പറിച്ചെടുത്ത് സ്ലീവ്സിനുള്ളിൽ ഒളിപ്പിക്കുകയാണ്. എൽജിൻ അവിടെ എത്തുമ്പോൾ അവളുടെ വയറ് വലുതായത് കണ്ട് സന്തോഷം അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് കുഞ്ഞു വരാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതും പറഞ്ഞ് അവൾക്കിടാനുള്ള ഡ്രസ്സും എൽജിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് ഫാത്തിമ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഒരു നിമിഷം തന്നെ ഒളിച്ചു വെച്ചിരുന്ന സ്റ്റീൽ റോഡ് എടുത്ത് ഫാത്തിമ അവനെ ആക്രമിക്കുകയാണ്. ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കാത്ത എൽജിൻ അവളെ തടയുകയാണ്. ശേഷം നമ്മളെ കാണിക്കുന്നത് ഫാത്തിമയെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങുന്ന എലീസിനെയാണ്. അവനെ തടയാനായിട്ട് ബോയ്ഡും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോണ പോയിട്ട് എല്ലാവരോടും സത്യങ്ങൾ അറിയിച്ചാലോ എന്ന് എലീസ് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് എലീസ് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് സേറ കയറി വരുന്നു. അവൾ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതെന്താണ് എന്ന് ബോയ്ഡ് ചോദിക്കുമ്പോൾ ഫാത്തിമ ഓക്കെ അല്ലേ എന്ന മറു ചോദ്യമാണ് സേറ ചോദിക്കുന്നത്. ഫാത്തിമ മിസ്സിംഗ് ആണെന്ന വിവരം സേറ അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ ഇവൾ അറിഞ്ഞത് എന്ന് ചോദിച്ച് എലീസ് ചൂടാകുമ്പോൾ ബോയ്ഡ് അവനെ പിടിച്ചു മാറ്റുന്നു. ശേഷം സേറയോട് കാര്യം അന്വേഷിക്കുകയാണ്. അവൾ പറയുന്നത് ഇതാണ്, കഴിഞ്ഞ രാത്രി ഞാൻ ആ ശബ്ദം വീണ്ടും കേട്ടിരുന്നു. അവർ പറഞ്ഞത് ഫാത്തിമ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല, മറിച്ച് അവളെ എന്തോ ഒന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ്. അവൾ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. അവളാകെ പേടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നീ അറിയണമെന്നവർ ആഗ്രഹിക്കുന്നു. അവർ അതും പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. കാരണം നിനക്ക് അവളെ സമയത്തിന് കണ്ടുപിടിക്കാനോ നിനക്ക് അവളെ രക്ഷിക്കാനോ ഒന്നും സാധിക്കില്ല എന്നറിയിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ഇതെല്ലാം കേട്ട് എലീസും ഷോക്കാവുകയാണ്. ഇതേ സമയം നമ്മുടെ വിക്ടർ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ അവന്റെ മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു പുറത്തേക്ക് എറിയുകയാണ്. അത് കണ്ടുവരുന്ന ക്ലാര അവനോട് കാര്യം അന്വേഷിക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒരിക്കൽ എന്നെ സഹായിക്കുമെന്ന് കരുതി എടുത്തു വെച്ചതാണ്, പക്ഷെ ഇതിപ്പോ എന്നെ വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതും പറഞ്ഞ് വിക്ടർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ തന്നെ ശബ്ദം കേട്ട് അക്വസ്റ്റയും കെന്നിയും അവിടെ കൂടി വരുന്നുണ്ട്. ആര് വന്നാലും വിക്ടറിനെ പിടിച്ചു നിർത്താനാവില്ലല്ലോ. അവനുടനെ കിച്ചണിലേക്ക് ചെന്ന് ഒരു കോടാലി കയ്യിലെടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും പാനിക് ആകുന്നു. കോടാലി താഴെയിടാൻ കെന്നിയും പറയുന്നുണ്ട്. പക്ഷേ വിക്ടർ ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ്
പറഞ്ഞ് സ്വയം താനൊരു സ്റ്റുപ്പിഡാണെന്ന് പറഞ്ഞിട്ട് ഭ്രാന്തമായിട്ട് പെരുമാറുകയാണ്. അപ്പോൾ അക്വസ്റ്റ അവനെ തടയാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവനെ പോകാൻ അനുവദിക്കണമെന്ന് വിക്ടർ പറയുന്നു. അത് കേട്ട് നിനക്കെന്തിനാ ഈ കോടാലി എന്ന് ചോദിക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് അത് മരം മുറിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം നമ്മൾ കാണുന്നത് റെസ്റ്റോറന്റിലേക്ക് വരുന്ന ജിമ്മിനെയും ഫാമിലിയെയുമാണ്. നമ്മുടെ ബസ് ഡ്രൈവർ ലേഡി അത് റീഓപ്പൺ ചെയ്ത് നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ റീഓപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്ത ഇതിനെയും അവർ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്. അത് കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതേ സമയം സിസ്റ്റർ മൊത്തമുള്ള ഫോട്ടോയെ നോക്കി വിഷമിച്ചു നിൽക്കുന്ന ഡോണയുടെ മുറിയിലേക്ക് ബോയ്ഡ് വരുന്നു. ബോയ്ഡ് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫാത്തിമയുടെ കാര്യം ആരോടും പറയില്ല എന്ന് ഡോണ അറിയിക്കുകയാണ്. അവളെല്ലാം ചിന്തിച്ചുകൂട്ടി അവസാനം ഈ ഒരു തീരുമാനത്തിലാണ് എത്തിയത്. അത് കേട്ട് ഉടനെ തന്നെ ഫാത്തിമയെ കാണാനില്ല എന്ന വിവരം ബോയ്ഡ് ഡോണയോട് പറയുന്നു. നടന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ സേറയിൽ നിന്നറിഞ്ഞ വിവരവുമൊക്കെ അവൻ ഡോണയെ അറിയിക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ഡോണ മണി മുഴക്കി മീറ്റിംഗ് വിളിക്കാൻ പറയുന്നു. അടുത്ത നിമിഷം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കാണിക്കുമ്പോൾ ഇതിന് മാത്രം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അവൻ ടീ ആൻഡ് ചാന്റെ പാൻ കേക്ക് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ജൂലിയ അവളുടെ പാരന്റ്സിനോട് പറയുന്നത് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവന്റെ മിസ്റ്റേക്ക് ആണെന്നാണ് ഈതൻ കരുതുന്നത് എന്നാണ്. ശേഷം അവൾ കാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് ഷെയർ ചെയ്യുന്നു. ഈതനോട് അവൾ അഭിപ്രായം ചോദിച്ചതും അതിനെ തുടർന്ന് അവൾ മുന്നോട്ട് നടന്നതും അങ്ങനെയെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കവേ ഡോണയും ബോയ്ഡും കൂടി മീറ്റിംഗിനായുള്ള മണിയും മുഴക്കി വരികയാണ്. അവിടെ റെസ്റ്റോറന്റിന് പുറത്തായിട്ട് എല്ലാവരെയും കൂട്ടി മീറ്റിംഗ് തുടങ്ങാൻ പോകുമ്പോൾ പേടിച്ചുകൊണ്ട് എലീസ് അവിടേക്ക് വരുന്നുണ്ട്. ഇവരെന്താണ് ഈ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയത്തില്ലല്ലോ. എന്തായാലും സത്യങ്ങളെല്ലാം വിളിച്ചു പറയില്ല എന്ന സിഗ്നൽ ബോയ്ഡ് അവന് കൊടുക്കുന്നുണ്ട്. ശേഷം ഡോണ എല്ലാവരോടുമായിട്ട് പറയുന്നത് ടില്ലിയുടെ കാര്യമാണ്. അപ്പോഴേക്കും വാഷ്റൂമിൽ പോയ ഈതനും തിരിച്ചെത്തി. അവനെയും കൂട്ടി ജിമ്മ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബോയ്ഡ് പറയുന്നത് ഫാത്തിമ മിസ്സിംഗ് ആണെന്നുള്ള വാർത്തയാണ്. അത് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊരു ഭാവത്തിൽ എൽജിൻ അവിടേക്ക് വരുന്നുണ്ട്. ഡോണ പറയുന്നത് എല്ലാവരും ചേർന്ന് ഓരോ മുക്കും മൂലയും തിരയണമെന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും പല പല സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വിട്ടുപറയാൻ സാധിക്കാത്തത് കൊണ്ട് ബോയ്ഡ് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്തായാലും ഈ സ്ഥലം നമ്മളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മളതിന് നിന്നുകൊടുക്കാതെ അവരെ തിരിച്ച് വെല്ലുവിളിക്കണമെന്നും പറയുമ്പോൾ എല്ലാവരും അവനെ അനുകൂലിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുത്ത ശേഷം സഹായിക്കാൻ താല്പര്യമുള്ളവർ രണ്ടുപേരുള്ള ടീമായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിക്കാൻ പറയുമ്പോൾ എല്ലാവരും സ്പ്ലിറ്റ് ആവുകയാണ്. എനിക്കും ഹെൽപ്പ് ചെയ്യണം, ഫാത്തിമ എന്റെ ഫ്രണ്ടാണ് എന്ന് ജൂലി പാരന്റ്സിനോട് പറയുന്നു. അതനുസരിച്ച് ജിമ്മും ഈതനും അതുപോലെ ടാബിയും ജൂലിയും രണ്ട് ടീമായിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ബോയ്ഡ് ആണെങ്കിൽ എലീസിനെ വിളിച്ചിട്ട് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ കാണും, അതുകൊണ്ട് നമുക്ക് രണ്ട് ടീമായിട്ട് തിരിയാം. നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവളെ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. ശേഷം ബോയ്ഡ് കെന്നിയെ വിളിച്ച് ടീം ഫോം ചെയ്യുന്നു. അവർ പോയ ശേഷം എൽജിൻ എലീസിന്റെ അടുത്തേക്ക് വന്ന് നമുക്ക് ടീമാകുമെന്ന് പറയുകയാണ്. അവനും അതിനെ സമ്മതിക്കുന്നു. ഇതേ സമയം ഫാത്തിമയ്ക്ക് നല്ല പെയിൻ വരുന്നുണ്ടായിരുന്നു. അവൾ വേദന സഹിക്കാൻ വയ്യാതെ അവിടെ വീണു പോകുമ്പോഴാണ് താഴെ മണ്ണിലായിട്ട് എന്തോ ഒന്ന് തടയുന്നത്. അവിടെയുള്ള മണ്ണ് മാറ്റി നോക്കുമ്പോൾ ഒരു ഹാൻഡിൽ കാണുന്നു. അവൾ അത് വലിച്ചു തുറക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുകയാണ്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ടിന്നെടുത്ത് ഫാത്തിമ ആ ഒരു മണ്ണെല്ലാം മാറ്റാൻ തുടങ്ങുന്നു. എന്നാൽ ഇവൾ ഇവിടെയുണ്ട് എന്നറിയാതെ എല്ലാവരും തിരച്ചിൽ തുടരുകയാണ്. ഡോണയ്ക്ക് നല്ല ബെസ്റ്റ് പെയറിനെയാണ് ആ സമയത്ത് കിട്ടിയത്. പാവം ഡോണ. അക്വസ്റ്റയാണെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവളെ ആരും നിർബന്ധിച്ചിട്ടില്ല, താല്പര്യമില്ലെങ്കിൽ തിരികെ പോ എന്ന് ഡോണ പറയുമ്പോഴും അക്വസ്റ്റ വിട്ടുകൊടുക്കുന്നില്ല. അവളുടെ സംശയം സേറയാണ്. പിന്നെ ഡോണയ്ക്കും ബോയ്ഡിനും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നും അക്വസ്റ്റ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം അക്വസ്റ്റ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഡോണ തന്റെ തനി സ്വരൂപം പുറത്തെടുക്കുന്നു. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇവൾ തലേ കയറാൻ നോക്കുകയാണ്. ഡോണ 4 വർത്താനം കൊണ്ട് പറയുമ്പോൾ അക്വസ്റ്റ വീണ്ടും എലിയാവുകയാണ്. ആദ്യം ഫാത്തിമയെ കണ്ടുപിടിക്കാം, അത് കഴിഞ്ഞു മതി ബാക്കിയെന്തും എന്ന ഉടമ്പടിയിൽ അവർ ഒപ്പുവെക്കുന്നു. മറ്റൊരിടത്ത് ഇവരെ പോലെ തന്നെ ബോയ്ഡും കെന്നിയും ഫാത്തിമയെ തിരഞ്ഞു നടക്കുകയാണ്. അതിനിടയിൽ കെന്നിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ബോയ്ഡ് വലിയ തത്വങ്ങൾ പറയാൻ തുടങ്ങി. അതെല്ലാം കേട്ട് കെന്നിക്കും എന്തോ പന്തികേട് തോന്നുമ്പോൾ ബോയ്ഡ് തന്റെ അസുഖത്തെക്കുറിച്ച് അവനോട് തുറന്നു പറയുന്നു. കഴിഞ്ഞ ദിവസം എന്റെ കാലൊന്ന് ഫ്രോസായി, അതായത് ഈ ഒരു അസുഖം മോശമായി കൊണ്ടിരിക്കുകയാണ്, ഇതെന്നെയും കൊണ്ടേ പോകൂ. സോ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമ്പോൾ നീ എന്റെ സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ ആളുകളെ നോക്കണം. എന്റെ ബാഡ് ജണിയൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ നീയാണ്, അല്ലാതെ എടുത്തുചാട്ടക്കാരിയെ അക്വസ്റ്റയോ മറ്റുള്ളവരോ ആ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യരല്ല. എന്റെ കുടുംബത്തെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നീയാണ് കെന്നി. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ബാഡ് ജണിയാൻ തയ്യാറല്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഡെപ്യൂട്ടിയുടെ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തയ്യാറാണ്. കെന്നിയുടെ ഈ വാക്കുകൾ ബോയ്ഡിന് ഒരു ആശ്വാസമായിട്ടുണ്ട്. കെന്നി എപ്പോഴും ബോയ്ഡിന്റെ ബാറ്ററി ചാർജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ തമ്മിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. വാട്ടവർ ഇവിടെ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ ഇതൊന്നും അറിയാതെ ഒരു ബോട്ടിൽ ട്രീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജേഡ്. തൊട്ടടുത്തായിട്ട് ജാസ്പറിനെയും പിടിച്ചിരിക്കുന്ന ക്രിസ്റ്റഫറിനെ കാണുന്നുണ്ട്. ഇവരുടെ മുഖങ്ങളൊക്കെ ഇവന് സുപരിചിതമായതുകൊണ്ട് ആശാൻ അവരെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. ഇങ്ങനെ വന്നിരുന്നാലൊന്നും താൻ പേടിക്കില്ല എന്നും പുതിയ നമ്പർ എന്തെങ്കിലും ഇറക്കാനും പറയുമ്പോൾ പെട്ടെന്ന് ജാസ്പർ അവനെ നോക്കി അമരുകയാണ്.
സ്പോട്ടിൽ തന്നെ ആശൻ പേടിച്ച് കാലും തെറ്റി ഏണിയിൽ തൂങ്ങി നിൽക്കുകയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു വെറുതെ വടി കൊടുത്ത് അടിവാങ്ങാൻ? എന്തായാലും അവിടേക്ക് വരുന്ന ഹെൻറി അവനോട് കാര്യം അന്വേഷിക്കുമ്പോൾ അവൻ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. എന്നാലും ബോട്ടിൽ ട്രീയെ കുറിച്ചൊക്കെ ഹെൻറി സംസാരിക്കുമ്പോൾ ജേഡ് വലിയ ബിസി ആണെന്നുള്ള ജാടയിൽ മറുപടി കൊടുക്കുന്നു. ഇവന്റെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് പാവം ഹെൻറി ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരൻ ഫാത്തിമയുടെ കാര്യവും ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ജേഡിനെ അറിയിക്കുകയാണ്. സാർ വലിയ ബിസി വർക്കിലായതുകൊണ്ട് ഒന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇപ്പോഴും അവളെ തിരയാനായിട്ട് ഹെൻറി വിളിക്കുമ്പോൾ തനിക്ക് കുറെ ജോലി ബാക്കിയുണ്ട് എന്നും പറഞ്ഞ് ജേഡ് നടക്കുകയാണ്. സോ വിക്ടറിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹെൻറി അവനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇതേ സമയം വിക്ടർ ആ കോടാലിയും എടുത്ത് വന്നത് വിശേഷപ്പെട്ട ബോട്ടിൽ ട്രീയുടെ അടുത്തേക്കായിരുന്നു. ആ ഫോറവേ ട്രീയിലേക്ക് പോകാൻ നേരമാണല്ലോ വിക്ടറിന്റെ അമ്മ മരണപ്പെട്ടത്. ആ ദേഷ്യത്തിൽ അവൻ ആ ട്രീ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയാണ്. ആ നിമിഷം ബോയിൻ വൈറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുകയും വിക്ടറിനെ തടയുകയും ചെയ്യുന്നു. അവനെ കണ്ടപാടെ നീ എന്താ ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് വിക്ടർ അലറിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൻ ഓൾറെഡി ക്രിസ്റ്റഫറിനെ വെച്ച് എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് പറയുന്നു. ഇനി നിങ്ങൾ സ്വയം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കേൾക്കുമ്പോൾ നീയാകെ മാറിപ്പോയി എന്ന് വിക്ടർ പറയുകയാണ്. ശരിയാണ്, എല്ലാം കൊണ്ടും ബോയിൻ വൈറ്റ് മാറിയിട്ടുണ്ട്. അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള മറുപടിയായിട്ട് അവൻ പറയുന്നത് എല്ലാം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇപ്പോഴുള്ള മാറ്റത്തിന് കാരണവും അതുപോലെ ഈ മാറ്റം നല്ലതിനാണോ എന്നുള്ള ചോദ്യത്തിനും ബോയിൻ വൈറ്റ് മറുപടി കൊടുക്കുന്നില്ല. ബോയിൻ വൈറ്റിനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ് വിക്ടർ കാണുന്നത്. ഇവിടെയുള്ളവരെ രക്ഷിക്കാനായിട്ട് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിക്ടർ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ ഫ്രണ്ടാണ്, നീ ആ ഒരു മരം മുറിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അത് കണ്ട് നിസ്സഹായനായിട്ട് വല്ലാത്ത വിഷമത്തിലും ദേഷ്യത്തിലും വിക്ടർ ഇവിടെ നിൽക്കുമ്പോൾ എലീസും എൽജിനും കൂടി ഫാത്തിമയെ അന്വേഷിച്ച് നടക്കുകയാണ്. എൽജിൻ പണ്ട് ചെറുപ്പത്തിൽ അവന്റെ ഫ്രണ്ടിനെ കാണാതായ കഥയൊക്കെ പറഞ്ഞ് എലീസിന്റെ ജീവനെടുത്ത് കൊണ്ടിരിക്കുമ്പോൾ എലീസിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഫാത്തിമ എവിടെയാണുള്ളതെന്ന് എൽജിൻ അറിയാലോ, അതുകൊണ്ട് തന്നെ അവൻ കൂളാണ്. അതുകൊണ്ടാണ് പുള്ളി ഇവനെ ആശ്വസിപ്പിക്കാനായിട്ട് ഓരോ കഥകളൊക്കെ പറയുന്നത്. പക്ഷേ ഇവന്റെ കഥയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇവന്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇതൊക്കെ കേട്ട രണ്ട് പൊട്ടിക്കാൻ ആർക്കായാലും തോന്നും. എന്തായാലും എലീസ് എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. മാത്രമല്ല ഇവന് മനസ്സിലാകുന്ന ഭാഷയിൽ തനിക്ക് സ്വന്തം അമ്മയെ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടതാണെന്നും ഇനി ഫാത്തിമയെ കൂടി നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നും എലീസ് പറയുമ്പോൾ അക്കാര്യം എൽജിന് പുതിയൊരു അറിവായിരുന്നു. സോ അവനത് കേട്ട് ഹേർട്ട് ആവുന്നുണ്ട്. ഇതേ സമയം ഫാത്തിമയെ തിരഞ്ഞു നടക്കുന്ന ഈദനും ജിമ്മും എത്തുന്നത് അവരുടെ ആർവിക്കകത്താണ്. ആക്ച്വലി ജിം അവനെ മനഃപൂർവ്വം ഇവിടേക്ക് കൊണ്ടുവന്നതാണെന്നും പറയാം. ഫാത്തിമ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഇതിനോട് ജിമ്മ് പറയുന്നത് ഇതാണ്: അന്ന് നീ വളരെ മോശം അവസ്ഥയിൽ ഇതിനുള്ളിൽ കിടന്നത് നീ ഓർക്കുന്നില്ലേ? അത് ശരിക്കും എന്റെ തെറ്റായിരുന്നു. ഓപ്പോസിറ്റ് വന്ന കാറിനെ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാനൊരു മോശം ഡ്രൈവർ ആയതുകൊണ്ടാണ് അന്ന് നമുക്ക് അപകടം സംഭവിച്ചത്. തോമസിനെ നഷ്ടപ്പെട്ടതുപോലെ നിന്നെയും നഷ്ടപ്പെടുമെന്ന് ഞാൻ ഒത്തിരി പേടിച്ചു. ഞാനിതുവരെ എനിക്ക് സ്വയം മാപ്പ് നൽകിയിട്ടില്ല. എല്ലാം എന്റെ തെറ്റായിരുന്നു. ജിം ഇതെല്ലാം വളരെ വിഷമത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ തെറ്റായിരുന്നില്ല എന്ന് ഇതിനെ അവനെ തിരുത്തുന്നു. കാരണം ഡാഡ് ഒത്തിരി പേടിച്ചിരുന്നു. മാത്രമല്ല ഡാഡിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അന്ന് ചെയ്തിരുന്നു. ഇതിന്റെ ഈ വാക്കുകൾക്ക് വേണ്ടിയാണ് ജിമ്മ് വെയിറ്റ് ചെയ്തിരുന്നത്. സോ ജിം ഇതിനോട് പറയുന്നത് ഇതാണ്: ഞാൻ തെറ്റുകാരനല്ലെങ്കിൽ നീയും തെറ്റ് ചെയ്തിട്ടില്ല. ജൂലിയുടെ കാര്യത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും നീ ചെയ്തിട്ടുണ്ട്. നോക്ക്, ഇവിടെ വെച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്ഥലം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ പേടിക്കുന്നത് കാണാനും സ്വയം കുറ്റപ്പെടുന്നത് കാണാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരിക്കലും അതിന് നിന്ന് കൊടുക്കരുത്. ഇക്കാര്യങ്ങളെല്ലാം ജിം വളരെ നീറ്റായിട്ട് മകനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ശേഷം ഒത്തിരി സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള റേഡിയോയിൽ നിന്ന് വീണ്ടും തോമസിന്റെ ശബ്ദം കേൾക്കുകയാണ്. സോ ഈ സീൻ കുറെ കണ്ട് മടുത്തതുകൊണ്ടും ജിമ്മിന്റെ ഉപദേശം ഏറ്റതുകൊണ്ടും പിന്നെ നമ്മുടെ ഇതിനിപ്പോൾ നല്ല മെച്യൂർഡ് ആയിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ഇത് തോമസ് അല്ല എന്ന് ഈതൻ ഉറപ്പിച്ച് പറയുന്നു. ശേഷം അവരവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ ശബ്ദം അവരെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. ഇതേ സമയം ജൂലിയും ടാബിയും കൂടി വിക്ടറിന്റെ രഹസ്യ സങ്കേതത്തിലാണ് സെർച്ച് ചെയ്യുന്നത്. ഈ സ്ഥലം ജൂലിക്ക് അറിയാത്തത് കൊണ്ട് അന്ന് ടണലിൽ നിന്ന് രക്ഷപ്പെട്ട രാത്രിയിൽ ടാബിയും വിക്ടറും ഇവിടെയാണ് തങ്ങിയതെന്ന് പറഞ്ഞ് ടാബി ഈ സ്ഥലം പരിചയപ്പെടുത്തുന്നു. ശേഷം അവിടെ ഫാത്തിമ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അവരത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ജൂലി അവരുടെ ചിന്തകൾ അമ്മയെ അറിയിക്കുകയാണ്. ഇനിയും ആളുകളെ കാണാതാകുമോ? ഫാത്തിമ ആയിരുന്നു ജൂലിയുടെ ഇവിടുത്തെ ആദ്യത്തെ കൂട്ടുകാരി. അത് മനസ്സിലാക്കുന്ന ടാബി ഫാത്തിമയെ നമ്മൾ കണ്ടെത്തുമെന്ന് പറയുന്നു. അപ്പോൾ ജൂലി അവരുടെ മനസ്സ് തുറക്കുകയാണ്. അന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോയപ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നില്ല എന്നും അന്ന് കണ്ട കാര്യങ്ങളെക്കുറിച്ചും അവൾ പറയുന്നു. അവസാനം അമ്മയും വിക്ടറും തമ്മിൽ ടണലിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ നിങ്ങളെ കണ്ടെത്തുന്നതിന് മുൻപേ നിങ്ങൾ എന്നിൽ നിന്നും അകന്നുപോയിരുന്നു. പിന്നെ ഞാൻ ആ കുട്ടികളുടെ ശബ്ദവും കേട്ടു. അവർ ആ വീട് പറഞ്ഞ് അലറി കരയുകയായിരുന്നു. അത് കേട്ട് അങ്കുയി എന്ന് ടാബി പറയുമ്പോൾ ജൂലി പിന്നെയും തുടരുകയാണ്. ഞാനപ്പോൾ ശരിക്കും പേടിച്ചു പോയമ്മ. എനിക്ക് തിരികെ വരാൻ സാധിച്ചില്ലെങ്കിൽ, ആർക്കും എന്നെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റക്കായി പോകുമായിരുന്നു. ശരിക്കും ഞാനപ്പോൾ തനിച്ചായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് ജൂലി കരയുമ്പോൾ നീ ഇവിടെ ഒരിക്കലും ഒറ്റയ്ക്കായില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ടാബി അവളെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ അവിടെ ഒരു അങ്കുയി കുട്ടിയെ ടാബി കാണുകയാണ്. ആ കുട്ടി അവളെ ഫോളോ ചെയ്യാനായിട്ട് ആംഗ്യം കാണിക്കുമ്പോൾ അവരതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വളരെ താല്പര്യത്തോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഹെൻറിയെയും തീരെ താല്പര്യമില്ലാതെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ജേഡിനെയുമാണ്. ഇതെല്ലാം എന്തിനാണ് ഇയാൾ എന്നോട് പറയുന്നത് എന്ന് ജേഡ് സംശയിക്കുമ്പോൾ ജേഡിനെ കാണുമ്പോൾ വിക്ടറിനെയാണ് ഓർമ്മ വരുന്നതെന്ന് ഹെൻറി പറയുന്നു. സോ ഇതുപോലെ ജേഡിന്റെ ഫാദർ ഇപ്പോൾ മുന്നിൽ വന്ന് നിന്നാൽ അദ്ദേഹത്തോട് എന്തു പറയണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ഹെൻറി ചോദിക്കുകയാണ്. പക്ഷേ അതിനുള്ള ജേഡിന്റെ മറുപടി ഇതായിരുന്നു: പുള്ളി അങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്റെ ജീവിതകാലം മുഴുവൻ താൻ എവിടെയായിരുന്നോ തന്നപടി എന്നായിരിക്കും. സോ ഇവനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഹെൻറിക്ക് തോന്നുമ്പോൾ നിങ്ങൾ ശരിക്കും വിക്ടറിന്റെ പ്രശ്നം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കില്ല. കാരണം അവന് യാതൊരു പ്രശ്നവുമില്ല.
അവൻ ഈ സ്ഥലത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. അവനെ വളർത്തിയ ഈ സ്ഥലത്തിന് അവനെ തകർക്കാനുമാവില്ല. ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ സർവൈവ് ചെയ്ത ഒരേ ഒരാൾ അവനാണ്. അവൻ ശരിക്കും കാട്ടിൽ വളർന്ന ടാർസനെ പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റീവായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടി ജെയ്ഡ് തിരികെ ബാറിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഫാത്തിമയെ തിരഞ്ഞ് എലീസും എൽജിനും എത്തുന്നത് അവരുടെ സ്വന്തം ടൂറിസ്റ്റ് പ്ലേസിലാണ്. ആ സ്ഥലത്തെത്തുമ്പോൾ ആദ്യ ദിനങ്ങളിൽ ഫാത്തിമയുടെ കൂടെ ഇവിടെ വന്ന ഓർമ്മകൾ എൽജിൻ പങ്കുവയ്ക്കുന്നുണ്ട്. ആക്ച്വലി എൽജിനെ മാത്രമല്ല അവൾ എല്ലാവരെയും ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് സഹായിക്കാറുണ്ടെന്ന കാര്യം എലീസും പറയുന്നു. അപ്പോൾ എൽജിൻ എലീസിന്റെ അമ്മയുടെ കാര്യത്തിൽ തനിക്ക് വിഷമമുണ്ട് എന്നറിയിക്കുകയാണ്. മാത്രമല്ല ഫാത്തിമയുടെ കാര്യം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എലീസിന് വീണ്ടും ദേഷ്യം കയറുന്നു. നീ എന്നെ സഹായിക്കാൻ വന്നതിൽ എനിക്ക് നന്ദിയൊക്കെയുണ്ട്, പക്ഷെ ഇത്തരം സംസാരം ഇനി വേണ്ട എന്ന് എലീസ് പറയുമ്പോൾ അവൻ പലപ്പോഴായിട്ട് കാണാറുള്ള സ്വപ്നങ്ങളുടെ ആമുഖത്തിൽ ഒരു കാര്യം പറയാൻ ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു കാരണമുണ്ടാവും, എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് ചിന്തിച്ചൂടെ? ഫാത്തിമ ഇപ്പോൾ ഒരിടത്തിരുന്ന് നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ, ഈ കുഞ്ഞും ചിലപ്പോൾ നല്ലൊരു കാര്യമാണെങ്കിലോ? എൽജിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവന്റെ കണ്ണിലെ പ്രകാശം അത് കാണേണ്ടത് തന്നെയാണ്. അവന്റെ എലീസിനോടെല്ലാം തുറന്നു പറയണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്തായാലും എലീസിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കാതെ അവൻ തപ്പിത്തടഞ്ഞ് അവസാനം പേടിക്കേണ്ട, അവൾ ഓക്കെ ആയിരിക്കും എന്ന് മാത്രം പറയുകയാണ്. ശേഷം വീണ്ടും അവർ തിരച്ചിൽ തുടരുകയാണ്. ഈ ഒരു സമയത്ത് ഫാത്തിമ അവിടെയുള്ള മണ്ണെല്ലാം മാറ്റി നോക്കുമ്പോൾ വലിയൊരു മെറ്റൽ ഹാച്ച് കാണുകയാണ്. അവളത് മുഴുവൻ ശക്തിയുമായിട്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് പറ്റുന്നില്ല. പോരാത്തിന് വയറ്റിൽ കലശലായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തൊട്ടു മുന്നിലായിട്ട് കിമോണ ലേഡിയെ കണ്ടവൾ പേടിച്ച് നീങ്ങുന്നു. മറുവശത്ത് അങ്കുയുക്കുട്ടിയുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് ജൂലിയും ടാബിയും. ഇവിടെ കിമോണ ലേഡിയാണെങ്കിൽ ഫാത്തിമയെ നിശബ്ദയാക്കാൻ ശ്രമിക്കുകയാണ്. അവൾ പേടിച്ച് പുറകോട്ട് മാറുമ്പോൾ അവർ അടുത്ത് ചെന്ന് ഫാത്തിമയുടെ വാ പൊത്തിപ്പിടിച്ച് കട്ടിലിൽ കിടത്തുകയാണ്. കാരണം ടാബിയെയും ജൂലിയെയും ആ കുട്ടി നയിച്ചത് ഫാത്തിമയുള്ള അതേ നിലവറയിലേക്കായിരുന്നു. അവർ അതിനു മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ഫാത്തിമയുടെ ശബ്ദം കേൾക്കാതിരിക്കാനാണ് കിമോണ ലേഡി പ്രത്യക്ഷപ്പെട്ടത്. ഈ നിലവറ കാണുമ്പോൾ ജൂലിക്ക് സ്ഥലം ഓർമ്മ വരുന്നുണ്ട്. മുൻപൊരിക്കൽ ജൂലിയെ മോൺസ്റ്റേഴ്സിൽ നിന്നും വിക്ടർ രക്ഷപ്പെടുത്തി ഫോർവേ ട്രെയിലേക്ക് കടത്തിവിട്ടപ്പോൾ അവൾ എത്തിയത് ഇവിടെയായിരുന്നു. അവളെ കാര്യം പറയുമ്പോൾ താഴെ ഫാത്തിമയുണ്ടോ എന്നറിയാൻ വേണ്ടി ടാബി അകത്തേക്ക് പോകുന്നു. ആ നിലവറയുടെ ഡോറിൽ കൈ വെക്കുമ്പോൾ ടാബിക്ക് വീണ്ടും എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ ഒരു നിമിഷം സ്റ്റെക്ക് ആവുമ്പോൾ ജൂലി ടാബിയെ വിളിക്കുന്നു. ശേഷം ടാബി അകത്തേക്ക് കയറുമ്പോൾ അവിടെ ആരോ നിൽക്കുന്നതായിട്ട് കാണാം. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അത് വിക്ടർ ആയിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പോൾ വിക്ടർ ഇങ്ങനെ പറയുന്നു, ഇവിടെ വെച്ചാണ് അത് സംഭവിച്ചത്. ഇവിടെ വെച്ചാണ് അമ്മ ഞങ്ങളെ തനിച്ചാക്കി പോയത്. ഇത്രയും നാൾ ഞാൻ ഇവിടെ ജീവിച്ചതിന് ഒരു കാരണമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അമ്മ മരിക്കാനുള്ള കാരണം തന്നെ ഞാനായിരുന്നു. അത് കേട്ട് ടാബി അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അതൊരിക്കലും നിന്റെ തെറ്റായിരുന്നില്ല, നീ ഒന്നൊരു ചെറിയ കുട്ടിയായിരുന്നു വിക്ടർ. അവൾ അത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ടാബിക്ക് ഓരോ ഓർമ്മകൾ വരികയാണ്. അന്ന് വിക്ടറിനെയും എലോയിസിനെയും കെട്ടിപ്പിടിച്ച് മിറാൻഡ യാത്ര പറയുന്ന ദൃശ്യം അതുപോലെ തന്നെ അവളുടെ ഓർമ്മയിൽ വരുന്നു. പെട്ടെന്ന് തന്നെ ടാബി പരിഭ്രാന്തിയായിട്ട് വിക്ടറിന്റെ പിടിവിടുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ജൂലിക്കും വിക്ടറിനൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ടാബി പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അവൾക്ക് ആ ഓർമ്മകൾ വരികയാണ്. അന്ന് രാത്രി മിറാൻഡ ധൃതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ബോട്ടിൽ ട്രീയുടെ അടുത്തേക്ക് എത്തിയതും സ്മൈലി മോൺസ്റ്റർ അവിടെ എത്തുന്നു. അവൻ പൈശാചികമായ മുഖത്തോടെ മിറാൻഡയുടെ ദേഹത്തേക്ക് ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു. അത് ഓർത്തെടുക്കുന്ന ടാബി ഉറക്കെ നിലവിളിക്കുമ്പോൾ ജൂലി വന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ജൂലിയെ പതിയെ തള്ളി മാറ്റിക്കൊണ്ട് അവിടേക്ക് വന്ന വിക്ടറിനടുത്തേക്ക് കൈനീട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടാബിയെ കാണിച്ചുകൊണ്ട് 9ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. സോ ഒരു എപ്പിസോഡുകളെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഒളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ടാബിത ശരിക്കും ആരായിരിക്കും? അവൾക്ക് ഈ ഓർമ്മകൾ കൊടുക്കുന്നത് ഇതെല്ലാം അനുഭവിച്ച മിറാൻഡ ആയിരിക്കുമോ? അഥവാ ഈ കാഴ്ചയെല്ലാം കണ്ടു നിന്ന എലോയ്സ് തന്നെ ആയിരിക്കുമോ ടാബിത? ഇനി മോൺസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ എത്രയും നാൾ പതിയെ നടക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ മിറാൻഡയെ ആക്രമിച്ച സ്മൈലിയുടെ വേഗം അതൊരു സൂചനയാണോ? ഇവർ നമ്മൾ വിചാരിക്കുന്നതിലും അപകടകാരികളാവാം. ഒരുപക്ഷെ നമ്മൾ ഓരോ പ്രേക്ഷകന്റെയും പല തിയറീസും സത്യമാകാൻ പോകുന്നത് പോലെ ഒരു ഹിന്റ് തന്നാണ് ഈ എപ്പിസോഡ് അവസാനിച്ചതെങ്കിലും ലാസ്റ്റ് എപ്പിസോഡിൽ വലിയൊരു യമണ്ടൻ ട്വിസ്റ്റ് തന്നെ പ്രതീക്ഷിക്കാം. സോ നമുക്ക് അടുത്ത എപ്പിസോഡിനായിട്ട് അവസാനത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ. I got nightmares in my head, I fear